+1 ക്ലാസ്സിലെ മാത്സ് ലാബ് 9 ആണ് ഇന്ന് ചെയ്യുന്നത്. പ്രധാനമായും 5 ആക്ടിവിറ്റീസാണ് ഇതിനകത്തുള്ളത്. ഇത് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ഒരു ലാബാണ്. അപ്പോൾ അതിനകത്ത് ലാബ് 9ലെ ആക്ടിവിറ്റി 9.1 നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ലാബ് 9ൻ്റെ പേര് തന്നെ കോണിക് സെക്ഷൻ എന്നാണ്. ആക്ടിവിറ്റി 9.1 കട്ടിങ് ഓഫ് എ കോൺ ബൈ എ പ്ലെയിൻ ആണ്. ഒരു അപ്ലെറ്റ് ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഒരു നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു അപ്ലെറ്റാണ്. അത് നമുക്ക് ട്രെയിനിങ് സമയത്ത് കിട്ടിയാണ് ML 9.1 എന്ന് പറയുന്നത്. ഇതിൽ 3 വിൻഡോസാണ് ഉള്ളത്. ഒന്ന് പറയുന്ന ഗ്രാഫിക്സ് 2, പിന്നെ 3D ഗ്രാഫിക്സ്, മൂന്നാമത്തെന്ന് പറയുന്നത് വ്യൂ ഓഫ് പ്ലെയിൻ D എന്ന് പറയുന്നത്. അങ്ങനെ 3 ഗ്രാഫിക്സ്. ഈ ഓരോ ഗ്രാഫിക്സിലും എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. there are 3 sliders and 2 check boxes there. ആദ്യം ഞാൻ അപ്ലെറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്ലെറ്റ് എന്ന് പറയുന്നത് 9.1 എന്ന് പറയുന്ന അപ്ലെറ്റാണ്. ML 9.1. അപ്പോൾ ഇതിൽ 3 വ്യൂ ആണുള്ളത്. അത് ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ 3D ഗ്രാഫിക്സ്, വ്യൂ ഓഫ് പ്ലെയിൻ D, ഗ്രാഫിക്സ് 2 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ പറഞ്ഞ എന്താണ് ഇത് ഓരോന്നും പറയാൻ പോയാണ്. ആദ്യം ഗ്രാഫിക്സ് 2-നകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയുകയാണ്. അതിനകത്ത് 2 സ്ലൈഡറുണ്ട്, 3 സ്ലൈഡറുണ്ട്, അതിൻ്റെ 2 ചെക്ക് ബോക്സ് ഉണ്ട്. നോക്കി നമുക്കറിയാവുന്ന കാര്യമേ ഉള്ളൂ. അതിനകത്ത് 2 സ്ലൈഡറും 3 സ്ലൈഡറും 2 ചെക്ക് ബോക്സും ഉണ്ട്. പിന്നെ ഇതിനകത്ത് പറയുന്നത് യൂസിങ് സ്ലൈഡർ ആൽഫ ചേഞ്ച് ദ സെമി വെർട്ടിക്കൽ ആംഗിൾ ഓഫ് ദി കോൺ. ഈ ആൽഫ എന്ന് പറയുന്നത് ഇതിൻ്റെ സെമി വെർട്ടിക്കൽ, ഈ ആംഗിൾ ഇവിടുത്തെ മാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണ് ആൽഫ എന്ന് പറയുന്ന ആംഗിൾ. ഈ വെർട്ടിക്കൽ ആംഗിൾ, അതായത് ഈ സെമി വെർട്ടിക്കൽ ആംഗിൾ, ഇപ്പോൾ ഇതിൻ്റെ ഈ ആംഗിളിൻ്റെ പകുതിയാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്ത പറയുന്നത് യൂസിങ് സ്ലൈഡർ ബി ടിൽറ്റ് ദ പ്ലെയിൻ. നമ്മളെ പ്ലെയിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആംഗിളാണ് ബീറ്റ എന്ന് പറയുന്നത്. പിന്നെ യൂസിങ് സ്ലൈഡർ പൊസിഷൻ ഓഫ് ദി പ്ലെയിൻ വി ക്യാൻ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദി പ്ലെയിൻ. ആ പ്ലെയിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. യൂസിങ് ദ ചെക്ക് ബോക്സസ് വി ക്യാൻ ഷോ ഓർ ഹൈഡ് ദ കോൺ ഓഫ് ദി കോൺ ആൻഡ് ദ പ്ലെയിൻ. അത് നമുക്കറിയാം, ഇത് ഹൈഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതിനകത്ത് മനസ്സിലാക്കേണ്ട 3D ഗ്രാഫിക്സ് ആണ്. വി ക്യാൻ സീ ദ 3D വ്യൂ ഹിയർ. യൂസിങ് റൊട്ടേറ്റ് 3D ഗ്രാഫിക് വ്യൂ ടൂൾ വി ക്യാൻ റൊട്ടേറ്റ് ദ എൻറ്റയർ വ്യൂ ടു സീ ഇറ്റ് ഫ്രം എ കൺവീനിയൻറ്റ് ആംഗിൾ. അപ്പോൾ ഏത് ആംഗിൾ വേണമെങ്കിലും നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇവിടെ വ്യൂ ഓഫ് പ്ലെയിൻ D എന്ന് പറയുന്നത് വി ക്യാൻ സീ ദ കർവ് ഒബ്റ്റൈൻഡ് ബൈ ഇന്റർസെക്റ്റിംഗ് ദ കോൺ വിത്ത് എ പ്ലെയിൻ. നമ്മളവിടെ ആൽഫയും ബീറ്റ എന്ന് പറയുന്ന ആംഗിളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ആ പ്ലെയിനും കോണോട് ഇന്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ കർവ് ഏതാണോ അത് കാണിക്കാൻ വേണ്ടിയാണ് വ്യൂ ഓഫ് പ്ലെയിൻ D എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ ഞാൻ ഇത് ഒന്ന് മൂവ് ചെയ്യുകയാണ്. ഈ ബീറ്റ എന്ന് പറയുന്നതാണ് ഈ സ്ലൈഡർ, ബീറ്റ എന്ന് പറയുന്ന സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ഇവിടെ ഈ ബീറ്റ മാറുന്നതനുസരിച്ച് ഇവിടെ ഉണ്ടാകുന്ന ആ കർവ് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാനിവിടെ 90 ആക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന സർക്കിളാണ്. എന്ന് വെച്ചാൽ ഇവിടെ ടിൽറ്റ് ചെയ്യുന്നത് ഇവിടെ സർക്കിൾ ആയിരിക്കും. ഇവിടെ ടിൽറ്റ് ചെയ്യുന്ന പ്ലെയിൻ കർവ് എന്ന് പറയുന്നത്. അതുപോലെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇത് ഹൈപ്പർബോളയാണ്, ഇത് പരാബോളയാണ്. അങ്ങനെ നമുക്ക് നമ്മളവിടെ കോണിക് സെക്ഷൻ 4 കോണിക് സെക്ഷൻ ഇവിടെ നമുക്ക് ഫോം ചെയ്യാവുന്നതാണ്. ഇത് ക്ലാസ്സിൽ നമ്മൾ ആ കോണിക് സെക്ഷൻ പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു അപ്ലെറ്റാണ് ഇതെന്ന് പറയുന്നത്. ലാബിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതല്ല, നമുക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കാം. ഇനി ഇതിനകത്ത് പറയുന്ന ആക്ടിവിറ്റി നോക്കാം. ഇതിനകത്ത് പറയുന്നത് ഇതാണ്: ചേഞ്ച് ദ വാല്യൂ ഓഫ് ബീറ്റ ഫോർ എ ഫിക്സർ ആൽഫ. ഒബ്സർവ് ദ കർവ്സ് ഫോർ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് ബി. എന്നുവെച്ചാൽ ആൽഫ ഫിക്സ് ചെയ്തുകൊണ്ട് ഒരു ഫിക്സർ വാല്യൂവിൽ ഫിക്സ് ചെയ്തുകൊണ്ട് ബീറ്റ ചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ കർവ്, ഡിഫറെൻറ്റ് കർവ്സിനെ ഒബ്സർവ് ചെയ്യാൻ, അത് ഏതാണെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ്. അപ്പോൾ അതിൻ്റെ ഈ ആംഗിൾ എഴുതിയാൽ മതി, ഇവിടെ ഫില്ല് ചെയ്താൽ മതി. ഇപ്പോൾ ഒന്നാമത്തെ 25 ഡിഗ്രി വെച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തിട്ട് കൂട്ട് ഇവിടെ 25 ഡിഗ്രിയാണ് ഫസ്റ്റ് ആൽഫ തന്നിരിക്കുന്നത്. ഇവിടെ 90 ഡിഗ്രി എന്ന് വെച്ചാൽ നമ്മൾ ഈ പ്ലെയിൻ ഈ കോണുമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ആണ്. അപ്പോൾ ഉണ്ടാകുന്ന കർവ് എന്ന് പറയുന്നത് സർക്കിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ടിൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ ഒരു പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നമുക്ക് ഈ കർവിനെ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക ചെയ്യുന്നത് വെച്ചാൽ ഇവിടുത്തെ ആൽഫ എന്ന് പറയുന്ന ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ 90 ആയിരിക്കും. ഇത് 90 ആയിരിക്കും. ഇത് മാറ്റി നോക്കിയാൽ അറിഞ്ഞായിരിക്കും വരുന്നത് പ്ലെയിൻ വെച്ചേക്കുന്നത്. നമുക്ക് ഈ പ്ലെയിനും കോണും ഒക്കെ നമുക്ക് ഏബിൾ ആക്കാൻ ഡിസേബിൾ ആക്കാനൊക്കെ ഇവിടെ പറ്റും. എന്നിട്ട് അടുത്ത് ചോദിച്ചേക്കുന്ന അടുത്ത ആംഗിള് 30 ഡിഗ്രി ആക്കുമ്പോൾ ഈ പ്രത്യേകതകളെല്ലാം എഴുതണം. അപ്പോൾ ഇവിടെ 25 ഡിഗ്രി എന്നത് ശ്രദ്ധിക്കുക. 25 ഡിഗ്രിക്ക് ഇനി ഞാനിവിടെ 25 തന്നെ ആക്കുന്നു. ആൽഫയും ബീറ്റയും സെയിം ആക്കുന്നു. സെയിം ആക്കുമ്പോൾ കിട്ടുന്നത് പരാബോള എന്ന് പറയുന്ന കോണിക്കായിരിക്കും. ഇനി ഇവിടെ നോക്കിയാൽ ഈ 25നും 90ക്കും ഇടയിൽ ഏത് വാല്യൂ കൊടുത്താലും കിട്ടുന്നത് നമ്മുടെ എലിപ്സ് ആയിരിക്കും. അതുപോലെ 25 ഡിഗ്രിയിൽ ലെസ് ദാൻ ആണെങ്കിൽ കിട്ടുന്നത് ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ നമുക്ക് അതായത് ആൽഫ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പറയാം ഈ ബീറ്റ എന്ന് പറയുന്നത് 0ക്കും ആൽഫയ്ക്കും ഇടയിൽ വരിക. 0ക്കും ആൽഫയ്ക്കും ഇടയിൽ വരിക. അപ്പം 0 ലെസ് ദാൻ ആൽഫ, 0 ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ആൽഫ. അപ്പം ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ആൽഫയ്ക്ക് 0ക്കും ഇടയിൽ വരുവാണെങ്കിൽ അവിടെ കിട്ടുന്നത് ഹൈപ്പർബോള ആയിരിക്കും. അതുപോലെ ഇത് ആരൊന്ന് കണ്ടുപിടിക്കുക. 30 ഡിഗ്രി ആക്കുമ്പോൾ ഇതെങ്ങനെ ആയിരിക്കും? അപ്പം അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. 30 ഡിഗ്രി ഈ ആൽഫ 30 ഡിഗ്രി ആക്കുന്നു. സെറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നോക്കാം. നമുക്ക് ആദ്യം നോക്കാം 90. അവിടെ ബീറ്റ 90 ആകുമ്പോൾ തന്നെയാണ് സർക്കിൾ കിട്ടുന്നത്. ഇനി ആൽഫയും ബീറ്റയും ഈക്വലായിട്ട് അല്ലാത്ത കേസിൽ അവിടെ ഈ 30ക്കും അതുപോലെ 90ക്കും ഇടയിൽ ഏത് വന്നാലും കിട്ടുന്നത് എലിപ്സ് ആയിരിക്കും. അതുപോലെ ഇത് 30 വന്നാൽ കിട്ടുന്നത് പരാബോള ആയിരിക്കും. 30ക്ക് താഴെ ഏത് വരുന്നതും അത് ഹൈപ്പർബോള ആയിരിക്കും. അപ്പം നമ്മളിത് മാറുന്നതനുസരിച്ച് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്, ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇത് നമ്മൾ ഒബ്സർവേഷൻ ബുക്ക് നമ്മളിത് ഫില്ല് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ഇവിടെ 0 ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 25 എഴുതണം. ഇവിടെ എഴുതുമ്പോൾ 90 ആണ്. ഇവിടെ പരാബോള ആകുമ്പം ഇവിടെ കിട്ടുന്ന 30 ഡിഗ്രി ആണെങ്കിൽ ആ 30 ഡിഗ്രി തന്നെ പരാബോള. എലിസ് ആകുമ്പം ആ 30 ഡിഗ്രിക്ക് 90ക്ക് ഇടയിലായിരിക്കും. ഇപ്പം 30 ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ 90 എന്ന് എഴുതാം. ഹൈപ്പർബോള ആകുമ്പോൾ 0 ലെസ് ദാൻ ബീറ്റ ലെസ് ദാൻ ഇവിടെ 30 ആകുമ്പോൾ 30. ബാക്കിയെല്ലാം അതേപോലെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇതെല്ലാം അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഈ എടുക്കുന്ന ആൽഫ എടുക്കുമ്പോൾ ആൽഫയും ബീറ്റയും ഈക്വൽ ആകുമ്പോഴാണ് നമുക്ക് പരാബോള കിട്ടുന്നത്. അതുപോലെ 90 ഡിഗ്രി ബീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സർക്കിൾ കിട്ടുന്നത്. ബീറ്റ എന്ന് പറയുന്നത് ആൽഫയ്ക്കും 90ക്കും ഇടയിലാണ് ഹൈപ്പർബോള ആയിരിക്കും. അതുപോലെ ബീറ്റ എന്ന് പറയുന്നത് 0ക്കും ആൽഫയ്ക്കും ഇടയിലാണെങ്കിൽ അത് ഹൈപ്പർബോള ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇതുപയോഗിച്ച് ഫില്ല് ചെയ്യാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. ഫയൽ സേവ് കൊടുത്ത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഫയൽ സേവാസ് കൊടുത്ത് ചെയ്യണം. ഫയൽ സേവാസ് കാരണം നമ്മൾ നിലവിലുള്ളൊരു ഫയലിൽ മാറ്റം വരുത്തുകയാണ്. അപ്പോൾ ഇതിനെ ഫയൽ സേവാസ് കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് ഒബ്സർവേഷൻ ഫോർ വാട്ട്, ഇവിടെ പിന്നെ പറഞ്ഞു ഫോർ വാട്ട് വാല്യൂസ് ഓഫ് ബി ഡു വി ഗെറ്റ് ദ കർവ്സ്. അത് നമ്മളിത് നോക്കി പറയാവുന്നതാണ്. ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദി പ്ലെയിൻ ആൻഡ് ഒബ്സർവ് ദ കറസ്പോണ്ട് ചേഞ്ചസ് ഓഫ് ദി കർവ്. ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ഒബ്സർവേഷൻ ബുക്കിൽ എഴുതുന്നത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇത് പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ കർവ്സ് ആൻഡ് ആംഗിൾ. ഇപ്പം സർക്കിൾ കിട്ടണമെങ്കിൽ ഒന്നാമത്തെ ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സർക്കിൾ കിട്ടണമെങ്കിൽ ബീറ്റയുടെ വാല്യൂ എങ്ങനെ ആയിരിക്കണം, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ദി പ്ലെയിൻ ആൻഡ് ഒബ്സർവ് ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദി കർവ്. കാരണം ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഓഫ് ദി പ്ലെയിൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ഇതിവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈപ്പർബോളയുടെ കണ്ടീഷനാണ്. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ശ്രദ്ധിക്കണം. അതുപോലെ ഇത് രണ്ടുകൂടി ഈക്വൽ ടു ആണെങ്കിൽ
ഇത് പരാബോളയുടെ കണ്ടീഷനാണ്. അപ്പോൾ എന്താണ് വ്യത്യാസം നോക്കണം. അതുപോലെ ഇത് എലിപ്സ് ആകുമ്പോൾ എന്താണ് പ്രത്യേകത, നമ്മൾ ഇതിൻ്റെ പൊസിഷൻ മാറ്റുമ്പോൾ പ്ലെയിൻ്റെ പൊസിഷൻ മാറ്റും. ഈ പ്ലെയിൻ്റെ പൊസിഷൻ മാറ്റുമ്പോൾ എന്തായിരിക്കും, ഈ ബീറ്റ 90 ആകുമ്പോൾ ആ സർക്കിളാണ്. അപ്പോൾ എന്തായിരിക്കും പ്രത്യേകത, അതെല്ലാം ഞാൻ ചാർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന ഇതാണ്, ഫിക്സ് ദ ആംഗിൾ ആൽഫ ആൻഡ് ബീറ്റ യൂസിങ് ദി സ്ലൈഡർ, മൂവ് ദ പ്ലെയിൻ ഫ്രം ടോപ്പ് ടു ബോട്ടം, ഒബ്സർവ് ദ ഫോളോയിങ് ചേഞ്ചസ് ഓഫ് ദി കർവ്. ആദ്യം സർക്കിള്, ഇപ്പം ബീറ്റ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ റേഡിയസ് ഡിഗ്രീസസ് വേരിയസ് ഡിഗ്രി, നമ്മളിപ്പം ടോപ്പിൽ നിന്നും ബോട്ടത്തിലോട്ട് വരുവാണെങ്കിൽ ഡിഗ്രീസ് ചെയ്ത് അറ്റ് ദ അപ്പെക്സ്, ആ കോണിൻ്റെ രണ്ടുകൂടെ കൂട്ടിമുട്ടുന്ന പോയിന്റ് അപ്പെക്സ്, അവിടെ അതൊരു പോയിന്റ് ആയിരിക്കും. ദെൻ റേഡിയസ് ഇൻക്രീസസ്. നമുക്ക് നോക്കാം, ഇവിടെ രണ്ടുകൂടെ ആ പോയിന്റ്, ആ അപ്പെക്സിൽ അത് ഒരു പോയിന്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴോട്ട് പോകുന്തോറും അത് ഡിഗ്രീസ് ചെയ്ത് പിന്നീട് ഇൻക്രീസ് ചെയ്ത് പോകും. അതുപോലെ ഓരോന്നും ഒബ്സർവ് ചെയ്യാം. പരാബോള ആണെങ്കിൽ വിഡ്ത്ത് ഓഫ് ദി പരാബോള ഡിഗ്രീസസ് അറ്റ് ദി അപ്പെക്സ്, ഇറ്റ് ബിക്കംസ് ലൈൻ, അത് ലൈനായി മാറും. അപ്പെക്സിൽ വരുമ്പോഴത്തേക്ക് ലൈനായി മാറും. then the curve gets inverted and width increases, the plane moves it downwards. അത് നമുക്ക് പരാബോള മാറ്റുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമുള്ളൂ. അതുപോലെ എലിപ്സ് ബിക്കം സ്മാളർ ആൻഡ് സ്മാളർ അറ്റ് ദി അപ്പെക്സ്, ഇറ്റ് ബിക്കം പോയിന്റ് ആൻഡ് ദെൻ ഇറ്റ് ഇൻക്രീസ് സൈസ്, അത് പോയിന്റായി മാറും. അവസാനം അപ്പെക്സിൽ അത് പോയിന്റായി മാറും, പിന്നെ അതിന് ഇൻക്രീസ് ചെയ്യുന്നു അതിൻ്റെ സൈസ്. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഇൻക്രീസസ്, ആ രണ്ട് ബ്രാഞ്ചസ് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർബോളയുടെ രണ്ട് പരാബോള പോലെ വരുന്ന ആ കർവിനെയാണ് ബ്രാഞ്ചസ് ഉദ്ദേശിക്കുന്നത്. ഡിഗ്രീസ് ചെയ്യും. അറ്റ് ദ അപ്പെക്സ് ബിക്കം വിത്ത് പെയർ ഓഫ് ആൻഡ് ഇന്റർസെക്റ്റിംഗ് പെയർ ഓർ ഇന്റർസെക്റ്റിംഗ് ലൈൻ, ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബ്രാഞ്ചസ് ഇൻക്രീസസ്. ഇവിടെ ഹൈപ്പർബോള ആകുമ്പോൾ ഇത് നോക്കാം. ഹൈപ്പർബോള ആകുമ്പോൾ എന്തായിരിക്കും ഉണ്ടോ, ഒന്ന് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും, പെയർ ഓഫ് ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. അത് നമ്മുടെ പെയർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ അത് നമുക്കിത് മാറ്റിയനുസരിച്ച് അതിങ്ങനെ ഇൻക്രീസ് ചെയ്യുകയാണ്. അതിൻ്റെ അപ്പെക്സിലാവുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് ലൈനായി മാറുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്കിത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് ഇവിടെ, ചേഞ്ച് ആൽഫ ആൻഡ് ഒബ്സർവ് ദ കറസ്പോണ്ട് ചേഞ്ച് ഇൻ ദ കർവ്. അത് നമുക്കറിയാം. ഈ ബീറ്റ 90 ദെൻ ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഇൻക്രീസസ് ആൻഡ് ആസ് ആൽഫ ഇൻക്രീസ്. നമ്മൾ 90 ഫിക്സ് ചെയ്തുകൊണ്ട് ആൽഫ മാത്രം നമുക്ക് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ബീറ്റ നമ്മൾ 90ക്ക് താഴെയാണെങ്കിൽ എന്താ കർവ് ചേഞ്ച് ഫ്രം എലിപ്സ് ടു പരാബോള ആൻഡ് ദെൻ ഹൈപ്പർബോള ആസ് ഇൻക്രീസസ്. അപ്പോൾ ആൽഫ അവിടെ മാറ്റുമ്പോൾ അത് എലിപ്സായി മാറുന്നുണ്ട്, അത് പിന്നെ പരാബോളയായി മാറുന്നു, അത് പിന്നെ ഹൈപ്പർബോളയായി മാറുന്നു. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 9.1 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 9.2 ആണ്. 9.2 എന്ന് പറയുന്നത് the locus of a point moving equidistant from two given points. രണ്ട് ഗിവൺ പോയിന്റ്സിൽ നിന്ന് ഉള്ള ഇക്വിഡിസ്റ്റൻസിൻ്റെ ലോക്കസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു പോയിന്റിൻ്റെ ലോക്കസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പ്ലോട്ട് 2 പോയിന്റ്സ് A and B, join them using segment tool. Create a number side A with minimum 0 and maximum 10. അപ്പോൾ നോക്കാം, രണ്ട് പോയിന്റ്. ഇവിടെ നമുക്ക് ആക്സിസ് ആവശ്യമില്ല. അപ്പോൾ ആക്സിസ് നമുക്കൊന്ന് കളയണമെങ്കിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഈ ആക്സിസിൻ്റെ ഈ ഡിസേബിൾ ആക്കിയാൽ മതി. രണ്ട് പോയിന്റ് എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എയും ബിയും രണ്ട് പോയിന്റ് എടുത്തു. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് എ എന്ന് പറയുന്ന ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ മിനിമം 0യും മാക്സിമം 10ഉമാണ് പറഞ്ഞേക്കുന്നത്. ഇൻക്രിമെൻ്റ് നമുക്കൊരു 0.1 കൊടുക്കാം. എന്നിട്ട് ഈ പോയിന്റ് നമുക്ക് ലൈൻ സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് ഇതിനെ ജോയിൻ ചെയ്യണം. പിന്നീട് നമ്മുടെ അടുത്ത് പറയുന്നത് ഡ്രോ സർക്കിൾസ് ഓഫ് റേഡിയസ് എ സെൻറ്റേഡ് അറ്റ് എ ആൻഡ് ബി. എയും ബിയും സെൻറ്ററായിട്ടുള്ള സർക്കിൾ ഫോം ചെയ്യണം. പിന്നെ എ സെൻറ്ററായിട്ടും ബി സെൻറ്ററായിട്ടുള്ള രണ്ട് സർക്കിൾ. പിന്നെ പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് സർക്കിൾസ് ആൻഡ് ഗീവ് എ ട്രേസ് ഓഫ് ദിസ് പോയിന്റ്. If necessary, we can change the values of the slider so the circle intersect each other. ചില സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ സ്ലൈഡർ മാറ്റിക്കൊണ്ട് നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്കൊന്ന് വരച്ച് നോക്കാം.
അപ്പോൾ ഇവിടെ സർക്കിൾ ടൂൾ എടുക്കുന്നു, ഇതാണ് എടുക്കുന്നത്. എന്നിട്ട് ഇവിടെ കൊടുക്കുന്ന, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു എ, അതായത് സർക്കിൾ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് കൊടുക്കുമ്പോൾ ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോൾ സർക്കിൾ ഇങ്ങനെ വരും. ഇവിടെ അതുപോലെ സർക്കിൾ, അവിടെയും റേഡിയസ് തന്നെ കൊടുക്കുക. അപ്പോൾ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല, അതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈ ആവശ്യമെങ്കിൽ ഈ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിനെ ഇൻ്റർസെക്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇൻ്റർസെക്റ്റിംഗ് ടൂൾ ഉപയോഗിച്ച് ഇതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യുക. വേണം ഈ പോയിന്റിൻ്റെ കളർ ഒന്ന് മാറ്റുന്നു, ട്രേസും കൊടുക്കുന്നു. ഞാൻ കളർ മാറ്റും, ട്രേസ് കൊടുക്കുന്നു ആദ്യം, എന്നിട്ട് ഞാൻ ഇതിൻ്റെ കളർ ഒന്ന് മാറ്റുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ കളർ, അതുപോലെ ഇതിന് ഞാൻ ട്രേസ് കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ കളറും ഒന്ന് മാറ്റുന്നു. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ കളർ. എന്നിട്ട് നമ്മളത് പറഞ്ഞിരിക്കുന്നത് ഗീവ് അനിമേഷൻ സ്ലൈഡിന് അനിമേഷൻ കൊടുക്കുക. ഒബ്സർവ് ദ പാത്ത് ഓഫ് ദ മൂവിങ് പോയിന്റ്, ഡിസ്ക്രൈബ് ദ പാത്ത്. അതിൻ്റെ ഒബ്സർവ് ചെയ്യണം. ഇതിനെ സേവ് ആസ് ആക്ടിവിറ്റി 9.2 ആയിട്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൂടെ നോക്കാം. ഞാനിവിടെ അനിമേഷൻ കൊടുക്കുന്നു. അപ്പോൾ അതിനെ ആ പാത്തിന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താണെന്ന് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്കിതിനെ അറിയാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ഈ ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. നമ്മൾ ബൈസെക്ടർ എന്ന ആ കൺസെപ്റ്റ് ഇത് തന്നെയാണ്, ബൈസെക്ടർ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പോൾ ലോക്കസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോക്കസ് എന്ന് പറയുന്നത് പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ് വിച്ച് മൂവ്സ് ഓൺ ദ പ്ലെയിൻ അണ്ടർ സം ഗിവൺ കണ്ടീഷൻസ്. അത്തരം കണ്ടീഷൻ ഉപയോഗിച്ച് നമ്മൾ ആ പോയിന്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ കിട്ടുന്ന ആ പാത്തിനാണ് നമ്മൾ എൻ്റെ ലോക്കസ് പറയുക. അല്ലെങ്കിൽ പറയുന്ന സെറ്റ് ഓഫ് പോയിന്റ്സ് ഓൺ ദ പ്ലെയിൻ ദാറ്റ് സാറ്റിസ്ഫൈ സം സ്പെസിഫിക് കണ്ടീഷൻസ്. ആ കണ്ടീഷൻ അനുസരിച്ച് കിട്ടുന്ന ആ പോയിന്റ്സിൻ്റെ കളക്ഷനെയാണ് നമുക്ക് ഇതെന്ന് പറയുന്നത്, അതിൻ്റെ ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പാത്ത് എന്ന് പറയുന്നത്, ഇവിടെ കിട്ടുന്ന പാത്ത് എന്ന് പറയുന്നത് ഇത് പറയാം, ദ പാത്ത് ട്രേസ്ഡ് ബൈ മൂവിങ് പോയിന്റ് ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി എന്ന് പറയാം. ഇനി ഇതല്ലാത്തൊരു രീതിയിൽ നമുക്ക് ഇതിൻ്റെ ലോക്കസ് വരയ്ക്കാൻ പറ്റും. അതെന്ന് പറയുന്നത് നമ്മളിവിടെ ടൂളുണ്ട്, ലോക്കസ് എന്ന് പറയുന്ന ടൂള് ക്ലിക്ക് ചെയ്തിട്ട് ആ പോയിന്റിലും ഈ ഇതിൽ ക്ലിക്ക് ചെയ്താൽ, അതുപോലെ ഈ പോയിന്റിലും ഇങ്ങനെയും നമുക്ക് ഈ പോയിന്റ് സ്ലൈഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ നമ്മളെ ലോക്കസ് എന്ന ടൂൾ എടുത്ത് ഇവിടെ 2 പോയിന്റും ക്ലിക്ക് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്താലും മതി. ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഈ ലോക്കസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പോയിന്റ്സിൻ്റെ കളക്ഷനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ ഉപയോഗിച്ചുള്ള ഈ പോയിന്റ്സിൻ്റെ കളക്ഷനെയാണ് ഇവിടെ ലോക്കസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 9.2. അടുത്തത് ആക്ടിവിറ്റി 9.3 ആണ്. 9.3 എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് എ പോയിന്റ്, ദ സം ഓഫ് ഡിസ്റ്റൻസസ് ഫ്രം 2 ഗിവൺ പോയിന്റ്സ് ഈസ് എ കോൺസ്റ്റന്റ്. അതായത് 2 ഗിവൺ പോയിന്റ്സ് നിന്നുള്ള ഡിസ്റ്റൻസിൻ്റെ സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള പോയിന്റ്സിൻ്റെ ലോക്കസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ടിവിറ്റി 9.2ൽ ചെയ്തതുപോലെ തന്നെ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു ഒരു സ്ലൈഡർ. അതിന് 2 പോയിന്റ് എടുക്കുന്നു, എയും ബിയും. ഇവിടെ സർക്കിൾ വരയ്ക്കുമ്പോൾ എ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് എയും ബി സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ റേഡിയസ് 9 - എയും എടുക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. 0 10 2 പോയിന്റ് എടുക്കുന്നു. നമുക്കിത് ഈ ആക്സിസ് വേണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിസേബിൾ ആക്കാം. എന്നിട്ട് 2 പോയിന്റ് എടുക്കുന്നു. ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നു ലൈൻ സെഗ്മെൻറ്റുകൾ ഉപയോഗിച്ച്. എന്നിട്ട്
സെൻറ്റർ ആൻഡ് റേഡിയസ് ടൂൾ ഉപയോഗിച്ച് സർക്കിൾ വരയ്ക്കുന്നു. ഇതിൻ്റെ റേഡിയസ് എ എന്നെടുക്കണം, ഇതിൻ്റെ റേഡിയസ് 10 - a എന്നെടുക്കണം. ഇപ്പോൾ ഇങ്ങനെ വരുന്നത് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഇൻ്റർസെക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സ്റ്റെപ്പ് പറയുന്നത് പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ സർക്കിൾസ് ആൻഡ് ഗീവ് ദ ട്രേസ് കൊടുക്കുക. അനിമേഷൻ കൊടുത്ത് നമ്മൾ ആ പാത്തിൻ്റെ മൂവ്മെൻറ്റ് ഒബ്സർവ് ചെയ്യുക, അത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുത്ത് ഈ 2 സർക്കിളിലും ക്ലിക്ക് ചെയ്യുക. സർക്കിളിന് ഞാൻ കളർ മാറ്റുന്നു. ഈ കളർ മാറ്റുന്നത് രണ്ടും ഒരേ കളറായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ട്രേസ് കൊടുക്കുമ്പോൾ വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ കളർ മാറ്റുന്നു. ഇതിന് ഈ 2 പോയിന്റിനും ട്രേസ് കൊടുക്കുന്നു. ട്രേസ് കൊടുക്കുക. ട്രേസ് കൊടുത്തതിന് ശേഷം ഇവിടെ അനിമേഷൻ ഓൺ ചെയ്യുന്നു. ഇപ്പോൾ കിട്ടുന്ന പാത്ത്, ആ ലോക്കസ് എന്തായിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ കിട്ടുന്നത് സർക്കിൾ അല്ല, ഇതെന്ന് പറയുന്നത് എലിപ്സ് ആയിരിക്കും. ഇവിടുത്തെ ലോക്കസ് എന്ന് പറയുന്നത് നമുക്ക് പറയാം എലിപ്സ് ആണ്. എലിപ്സിൻ്റെ പ്രത്യേകതയാണ് 2 ഫിക്സഡ് പോയിന്റിൽ നിന്നും ഒരു ഫിക്സഡ് മറ്റൊരു എലിപ്സിലെ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്, ഈക്വൽ ആയിരിക്കും എന്ന് പറയുന്നത്. ആ കൺസെപ്റ്റ് പറയുന്നത് എലിപ്സിനകത്താണ്. പിന്നെ നമ്മൾ ലോക്കസ് ടൂൾ ഉപയോഗിച്ചും ഇത് ചെയ്യാൻ പറ്റും. ലോക്കസ് ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നതിന് അപ്പോൾ കിട്ടുന്ന ഇതായിരിക്കും എലിപ്സ് എന്ന് പറയുന്നത്. ഈ ലോക്കസ് ഇത് നമുക്ക് കിട്ടുന്നത് ഒരു എലിപ്സ് ആയിരിക്കും. അതിൻ്റെ ആ പോയിന്റിൻ്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എലിപ്സ് ആയിരിക്കും. ഇതിന് നമുക്ക് ഫയൽ സേവ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി 9.3 ആയിട്ട് സേവ് ചെയ്യാം. എന്നിട്ടും കുറച്ച് ഇതിനകത്ത് 1-2 ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ചേഞ്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ഒബ്സർവ് എ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദി കർവ്. വാട്ട് ഹാപ്പൻ ടു ദ കർവ് when b approaches nearer and nearest to a? What is the maximum possible distance between a and b to get the path എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൂടെ നോക്കാം. എൻ്റെ ഒബ്സർവേഷനകത്ത് എഴുതിയിട്ടുണ്ട്. പാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് എലിപ്സ് ആണ്. പാത്ത് ട്രേസർ ബൈ മൂവിങ് പോയിന്റ് ഈസ് എലിപ്സ്. ദ റേഡിയസ് ഓഫ് സർക്കിൾ സെൻറ്റർ അറ്റ് എ ഈസ് എ ആൻഡ് സെൻറ്റർ അറ്റ് ബി. സോ സം ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ മൂവിങ് പോയിന്റ് ഫ്രം എ ടു ബി ഈസ് 10 ആയിരിക്കും. ആ 2 പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും നമുക്ക് അത് 10 ആയിരിക്കും. അതിൻ്റെ റേഡിയസ് 1 എയും 1 ഇതായതുകൊണ്ട് ആ ഡിസ്റ്റൻസ് തമ്മിൽ കൂട്ടുക. ആ സർക്കിൾ എന്ന് പറയുന്നത് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 1 എയും 1 10 - a ആണ്. അത് തമ്മിൽ കൂട്ടുമ്പോൾ 10 ആയിരിക്കും. പിന്നെ ആസ് ബി അപ്രോച്ചസ് നിയറർ ടു എ ദ കർവ് ബിക്കം മോർ സർക്കുലർ. അത് ഇതിൻ്റെ അടുത്തോട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം അത് ലോക്കസ് ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ്. ലോക്കസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അത് കൂടാണ്ട് ബിക്ക് അടുത്ത് വരുമ്പോഴത്തേക്ക് അത് സർക്കുലറായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ when the distance between the point is greater than 10, the circle do not meet together, hence no curve is formed. അപ്പം 10 കൂടുതലായ അവിടെ ആ കർവ് ഫോം ചെയ്യുന്നില്ല. അവിടെ നമ്മളെ ഈ ക്വസ്റ്റ്യൻ പറയുന്നതാണ്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 9.3. അടുത്തത് ആക്ടിവിറ്റി 9.4 ആണ്. 9.4 എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് എ പോയിന്റ്, ദ ഡിഫറൻസ് ഓഫ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം ടു ഫിക്സഡ് പോയിന്റ് ഈസ് എ കോൺസ്റ്റന്റ്. 2 ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ഡിഫറൻസ്, അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്
ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതിൻ്റെ ലോക്കസ് എന്തായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 9.2 ചെയ്തുകൊണ്ട് സൈഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, 2 പോയിൻ്റ് എടുക്കുന്നു, അതൊന്ന് ജോയിൻ ചെയ്യുന്നു. അവിടെ സർക്കിൾ എന്ന് പറയുന്നത് വരയ്ക്കേണ്ടത് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് സെൻറ്റർ അറ്റ് എ ആൻഡ് അനദർ സർക്കിൾ, അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് a+4 ആണ്, സെൻറ്റർ അറ്റ് ബി. എന്നിട്ട് പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആൻഡ് ട്രേസ് കൊടുക്കുന്ന അനിമേഷൻ കൊടുക്കും. അത്ര നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ആക്സിസ് കളയാം. എന്നിട്ട് സ്ലൈഡർ എടുത്തു, 0, 10, 2 പോയിന്റ് എടുത്തു, ലൈൻ സെഗ്മെൻറ്റുകൾ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. അടുത്ത സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ സെൻറ്റർ വിത്ത് സെൻറ്റർ ആൻഡ് റേഡിയസ് എന്ന ടൂൾ ഉപയോഗിച്ച് ഇവിടെ എ വരയ്ക്കുന്നു, റേഡിയസ് ആയിട്ട് വരയ്ക്കുന്നു. ഇവിടെ ആവുമ്പോൾ a+4. സ്ലൈഡർ മാറ്റി നോക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ വരുന്നതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ മാർക്ക് ചെയ്യുന്നു. ട്രേസ് കൊടുക്കുന്നു. കളർ കൂടെ മാറ്റുന്നു. അനിമേഷൻ ഓൺ ചെയ്യുന്നു. അപ്പോൾ അടുത്ത അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഡ്രോ ആൻഡ് സെറ്റ് ഓഫ് സർക്കിൾസ് റേഡിയസ് എ സെൻറ്റർ അറ്റ് ബി ആൻഡ് റേഡിയസ് a+4 സെൻറ്റർ അറ്റ് എ. തിരിച്ച് ചെയ്തു വീണ്ടും ഇതേപോലെ ചെയ്ത് നോക്കാം. എന്നിട്ട് പാത്ത് ഒബ്സർവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ സർക്കിൾ സെൻറ്റർ എ, റേഡിയസ് എന്ന് പറയുന്നത് എ. ഇവിടെ ഒരു സർക്കിൾ എടുക്കുന്നു, അതിൻ്റെ a+4 നേരത്തെ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് ഇപ്പം കിട്ടിയ 2 സർക്കിളുണ്ട്, അതിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷനാണ്. നേരത്തെ 2 സർക്കിളിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, ഇപ്പം കിട്ടിയ 2 സർക്കിളിൻ്റെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ പറയുമ്പോൾ ഇതാണ്. മാറിപ്പോയ കർവ് കിട്ടത്തില്ല. ഈ സർക്കിളും ഈ സർക്കിളുമാണ്. ഇതിലും ട്രേസ് കൊടുക്കുന്നു. കളറൊന്ന് മാറ്റി കൊടുക്കുന്നു. അനിമേഷൻ ഓൺ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന കർവ് അപ്പോൾ നമ്മൾ ഈ കർവ് നോക്കി മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് കർവാണെന്ന്. ഇതെന്ന് പറയുന്നത് ഹൈപ്പർബോളയാണ്. ഇത് ലോക്കസ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ കൺട്രോൾ F കൊടുത്ത് ഈ പാറ്റേൺ മാറ്റുക. എന്നിട്ട് ലോക്കസ് ടൂൾ എടുത്തിട്ട് നമുക്കിവിടെ കിട്ടും. ഇതെല്ലാം ഒരേ കളർ ആയതുകൊണ്ട് അതുകൊണ്ട് ആ കളർ മാറ്റുന്നത്. അപ്പോൾ ലോക്കസ് നമുക്കിങ്ങനെ കിട്ടും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒബ്സർവേഷനകത്ത് പറയുന്നത് പാത്ത് ട്രേസിംഗ് ബൈ മൂവിംഗ് പോയിന്റ് ഈസ് ഹൈപ്പർബോള. ദ റേഡിയസ് ഈസ് സർക്കിൾ സെൻറ്റേഡ് അറ്റ്
one point is A and that centered at other point 4 plus A ആണ് 4 plus A. So 14 അവിടത്തേക്കല്ല 4 plus A ആണ്. So the difference of the distances of the moving point A and B ഈ 4 ആണ്. As the distance between the point increases, width of the curve increases, and distance between the point less than 4 the circle do not meet together, hence no curve. ഇതോടെ നമുക്ക് ഒബ്സർവേഷൻ ഉൾപ്പെടുത്താം. അതിൽ 4 കുറവാണെങ്കിൽ നമുക്കവിടെ കർവ് കിട്ടുന്നില്ല. 4 വരെ വേറെ നമ്പർ എടുത്ത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 9.4 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 9.5 ആണ്. 9.5 എന്ന് പറയുന്നത് ലോക്കസ് ഓഫ് എ പോയിന്റ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് ആൻഡ് എ ഫിക്സഡ് ലൈൻ. ഒരു ഫിക്സഡ് ലൈനിൽ നിന്നും ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ്, ഈക്വൽ ഡിസ്റ്റൻസിൻ്റെ ലോക്കസ് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യം നമ്മളിവിടെ പറയുന്നത് ഡ്രോ എ ലൈൻ ആൻഡ് പ്ലോട്ട് എ പോയിന്റ് സി ഔട്ട്സൈഡ് ദ ലൈൻ. അപ്പോൾ ഞാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആക്സിസ് ഡിസേബിൾ ആക്കി ഒരു ലൈൻ വരയ്ക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള ലൈൻ വരയ്ക്കാൻ ഞാനൊരു വെർട്ടിക്കലായിട്ടുള്ള ലൈൻ വരച്ചു. എന്നിട്ട് ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. പിന്നീട് അതിനകത്ത് പറയുന്നത് ഇതിനൊരു പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കുക, അത് സിയിൽ കൂടി, പിന്നെ പ്ലോട്ട് ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഡി ഓഫ് ദ ലൈൻ വിത്ത് ഇസ് പെർപെൻഡിക്കുലർ. അതായത് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഡി എടുക്കുക, ആ ലൈനും പെർപെൻഡിക്കുലറും തമ്മിൽ. അപ്പോൾ അതിനുവേണ്ടി പെർപെൻഡിക്കുലർ ടൂൾ എടുത്തിട്ട് ഈ ലൈനിന് സിയിൽ കൂടി പെർപെൻഡിക്കുലർ വരയ്ക്കുക. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എടുത്ത് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു, അത് ഡി എന്ന് വരുന്നു. പിന്നീട് പറയുന്നത് ഡ്രോ എ പിന്നെ പറയുന്നത് ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം 0 ആൻഡ് മാക്സിമം 10 ഇൻക്രിമെൻറ്റ് 0.01. ഇവിടെ 0 ഇൻക്രിമെൻറ്റ് 0.01. പിന്നെ സർക്കിൾ വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ റേഡിയസ് എ സെൻറ്റേഡ് അറ്റ് ഡി ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ഇ വിത്ത് ദ പെർപെൻഡിക്കുലർ ലൈൻ. അതിൻ്റെ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ പെർപെൻഡിക്കുലർ ലൈനുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഇ എന്ന് മാർക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുവേണ്ടി സർക്കിൾ വരയ്ക്കുന്നു. ആദ്യം സർക്കിള് സെൻറ്റർ ആൻഡ് റേഡിയസ് ടൂൾ ഉപയോഗിക്കുന്നു. ഡി സെൻറ്ററായിട്ടാണ്, ഇവിടെ എ എന്ന് കൊടുക്കുക. മാറ്റുമ്പോൾ അറിയാൻ പറ്റും. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ലൈനും ഈ സർക്കിളുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക. അതിന് ഇ എന്നെടുക്കുന്നു. അതിനുശേഷം പറയുന്നത് draw a line through E and parallel to the first line. അപ്പോൾ ആദ്യത്തെ ലൈന് പാരലായിട്ടുള്ളതും അതുപോലെ ഇയിൽ കൂടി പാസ് ചെയ്തതുമായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കുക. ഡ്രോ എ സർക്കുലർ റേഡിയസ് എ സെൻറ്റേഡ് അറ്റ് സി. അപ്പോൾ റേഡിയസ് അത് തന്നെയാണ്. ആൻഡ് പ്ലോട്ട് ഇറ്റ്സ് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വിത്ത് ദ ലാസ്റ്റ് ലൈൻ ഡ്രോൺ ട്രേസ് ദീസ് പോയിന്റ്സ്. അപ്പോൾ ഇതിൽ കൂടി ഇതിന് ആദ്യത്തെ ലൈൻ ഇതാ, ഇതിന് പാരലായിട്ട് ലൈൻ വരയ്ക്കണം. അതിന് നമ്മൾ പാരലായിട്ട് വരയ്ക്കണമെങ്കിൽ പെർപെൻഡിക്കുലർ ടൂൾ എടുത്തിട്ട് ഇതിൽ കൂടി വരച്ചു. ഈ രണ്ട് ലൈനെന്ന് പറയുന്നത് പാരലായിരിക്കും. എന്നിട്ട് ഈ സി സെൻറ്ററായിട്ട് എ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സർക്കിൾ സെൻറ്റർ ആൻഡ് റേഡിയസ് ടൂൾ ഉപയോഗിച്ച് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. എ ആണ് റേഡിയസ്. അപ്പോൾ ഇങ്ങനെ. എന്നിട്ട് ഈ നമുക്ക് ലാസ്റ്റ് കിട്ടിയ ലൈനും ആ സർക്കിളുമായിട്ടുള്ള പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കുക.
എന്നിട്ട് ആ പോയിന്റിന് ട്രേസ് കൊടുക്കുന്നു, കളർ മാറ്റുന്നു. എന്നിട്ട് അനിമേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ കിട്ടുന്ന പാത്ത് അത് ഒബ്സർവ് ചെയ്യണം. അത് ഏതാണെന്ന് നമുക്കത് ഒബ്സർവേഷൻ ബുക്ക് നോട്ട് ചെയ്യാൻ വേണം. നമുക്കറിയാം ഈ പാത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പം ഈ പാത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് പരാബോളയാണ്. ഇത് ലോക്കസ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് കാണിക്കാൻ പറ്റും. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇവിടെ ചോദിച്ചാൽ ഗീവ് ഒബ്സർവ് ഇത് പാത്ത് ഒബ്സർവ് ചെയ്യാൻ നമുക്കറിയാൻ പറ്റും. അത് പരാബോളയാണ്. അത് ലോക്കസ് ടൂൾ ഉപയോഗിച്ച് വരച്ച് നോക്കാൻ പറ്റും. ഇതേപോലെ ചേഞ്ച് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് ആൻഡ് ഫസ്റ്റ് ലൈൻ ആൻഡ് ഒബ്സർവ് ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദി കർവ്. ഈ ലൈനും ഈ പോയിന്റ് നമ്മൾ ഡിസ്റ്റൻസ് മാറ്റി നോക്കാൻ. അപ്പോൾ ഷേപ്പിനുണ്ടാകും. നമുക്ക് ഞാൻ മാറ്റി നോക്കാം. അപ്പോൾ നമ്മൾ ആ ഡിസ്റ്റൻസ് ഇങ്ങനെ പോയിന്റ് മൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാം ഇതെന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന്. അതിൻ്റെ വിഡ്ത്ത് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പാത്ത് ട്രേസ്ഡ് ബൈ ദ മൂവിങ് പോയിന്റ് ഈസ് പരാബോള. ദ മൂവിങ് ലൈൻ ഈസ് പാരലൽ ടു ദ ഫിക്സഡ് ലൈൻ ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് a units from it. Radius of circle centered at C is also a. Hence the point of intersection of circle with the moving line is equidistant from the fixed line and the point. പിന്നെ വിഡ്ത്ത് ഓഫ് ദി കർവ് ഇൻക്രീസ് ആസ് ദ പോയിന്റ് മൂവ്സ് അവേ ഫ്രം ദ ഫിക്സഡ് ലൈൻ. നമുക്ക് അതിൻ്റെ ആ കർവിൻ്റെ വിഡ്ത്ത് കൂടുന്നു. അതിൻ്റെ ആ ലൈനിൽ നിന്നും ആ പോയിന്റ് അവേ ചെയ്യുമ്പോൾ കൂടുന്നു. അത് നമുക്കതെല്ലാം നോക്കി ഈ പറഞ്ഞ കാര്യമെല്ലാം നമുക്കതിനകത്ത് നോക്കി കണ്ടുപിടിക്കാവുന്ന കാര്യമുള്ളൂ. ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. ആക്ടിവിറ്റി 9.5 ആയിട്ട് സേവ് ചെയ്യാം.